കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മളുടെ ഇഗ്നോ ഫോക്കസ് 5.0 സീരീസിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് MSW 003. MSWയിൽ ജനറൽ വരുന്ന പേപ്പറാണ് MSW 003 എന്ന് പറയുന്നത്. ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ് ആണ്. സോ അതാണ് നമ്മൾ ഈ ഒരു ഗൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എന്തിന് ഈ ഗൈഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു ഗൈഡിലൂടെ. നമ്മൾ ഇപ്പോ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. ഓക്കെ, ഏതൊക്കെ ബ്ലോക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ്, ഏതൊക്കെ യൂണിറ്റ്സ് കവർ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ടു ഡോക്യുമെന്റ് റോഡ് മാപ്പ്, എന്തൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇനി ഒന്ന് നോക്കാം. സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട്. നമ്മൾ ബ്ലോക്ക് വൈസ് ഓരോ ബ്ലോക്കിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ ഏത് യൂണിറ്റിൽ ഏത് ടോപ്പിക് ആണ് ഏറ്റവും ഹൈ റെലവൻസ് അല്ലെങ്കിൽ മീഡിയം റെലവൻസ്, ലോ റെലവൻസിലൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഏത് പാറ്റേണിലാണ് എക്സാംസ് യൂഷ്വലി കണ്ടുവരുന്നത്, ലോങ് ആൻസേഴ്സ്, മീഡിയം ടൈപ്പ് വേർഡ്, അതേപോലെ ഷോർട്ട് നോട്ട്സ് ആണോ, ലൈക്ക് ഷോർട്ട് എസ്സേസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദാറ്റ് വി ആർ ഡിസ്കസിംഗ് ദ ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ ഉണ്ട്. അതായത് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള നമുക്ക് ഇനിയിപ്പോ ഡിസംബർ 2025 വരുമ്പോൾ ഓരോ ബ്ലോക്ക് വൈസിലും ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റ് ആൻഡ് ടോപ്പിക് ആണ് വരാനുള്ള ചാൻസ്, അതിന്റെ ടോപ്പിക് പ്രഡിക്ഷൻസ്, പ്രോബിലിറ്റി ഉണ്ട്. അതേപോലെ ഒരു മോക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഗൈഡ്. ആൻഡ് ഓൾസോ വി ആർ ഗിവിംഗ് മോഡൽ ആൻസേഴ്സ് മാർക്കിംഗ് സ്കീം ഇൻ ദ ആപ്പ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ആൻഡ് നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പാസ്റ്റ് ഇയർ, ഓക്കെ, 2021 to 2025 വരെയുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാമിന് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ട് റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൈഡ് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോ ഒന്നും പഠിക്കാതെ ഇരുന്നിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് പോലും തൊട്ടിട്ടില്ല നമ്മളുടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട്, പക്ഷേ നിങ്ങൾക്ക് എക്സാം എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തായാലും എക്സാം എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്തതിന്റെ പേരിൽ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടും എഴുതാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഗൈഡെങ്കിലും നിങ്ങൾ റെഫർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്കൊരു പ്ലാനും ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിനി നമ്മളുടെ ഒരു സെക്ഷന്റെ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നമുക്ക് പോവാം. സോ ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ആണ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് ആണ്. സോ നമുക്ക് പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഒരു 10 തവണയോ അല്ലെങ്കിൽ 10ൽ കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടില്ല ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈ എന്നാണ് അതിന്റെ റെലവൻസ് പറയുന്നത്. ഇനിയും ഒരു 5 തവണ തൊട്ട് അല്ലെങ്കിൽ 5 to 9 ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ മീഡിയം, ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ ലോ. ഓക്കെ, സോ അങ്ങനെ ഇവിടെ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസ്, റെലവൻസ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ടേബിൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ബ്ലോക്ക് 1 ബേസിക് കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റി, അതിലെ യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് ആൻഡ് അതർ ഡിസിപ്ലിൻസ്, അതിലെ ടോപ്പിക് വരുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആസ് എൻ അക്കാഡമിക് ഡിസിപ്ലിൻ. അത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. പിന്നീട് ബ്ലോക്ക് 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി, യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് ആൻഡ് അതർ ഡിസിപ്ലിൻസ്, സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു അതർ ഡിസിപ്ലിൻസ് 3 ടൈംസ് വന്നിട്ടുണ്ട്. ലോ റെലവൻസ് ആണ്.
അടുത്തത് ബ്ലോക്ക് 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റി യൂണിറ്റ് 2 സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം ആണ് കാറ്റഗറി അല്ലെങ്കിൽ മീഡിയം ആണ് റെലവൻസ് വരുന്നത്. ബ്ലോക്ക് 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സൊസൈറ്റിയുടെ തന്നെ യൂണിറ്റ് 2 അതിൽ സോഷ്യൽ വർക്ക് സൊസൈറ്റി ആൻഡ് കൾച്ചർ 1 ടൈം ചോദിച്ചിട്ടുണ്ട്. ലോ കാറ്റഗറി ആണ് അല്ലെങ്കിൽ ലോ റെലവൻസ് ആണ്. അടുത്ത തന്നെ യൂണിറ്റ് 2 സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. റെലവൻസ് എന്ന് പറയുമ്പോൾ മീഡിയം ആണ്. അടുത്തത് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് യൂണിറ്റ് 2 9 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം ആണ് അതിന്റെ റെലവൻസ്. അടുത്തത് യൂണിറ്റ് 3 ഇന്ത്യൻ സൊസൈറ്റി എടുക്കുമ്പോൾ ഡൂയിങ് സോഷ്യൽ വർക്ക് ഇൻ എ പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി 2 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ റെലവൻസ്. അടുത്ത സെയിം യൂണിറ്റിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് കാറ്റഗറി വരുന്നത്. അടുത്തത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് യൂണിറ്റ് 4 വരുന്ന ഒരു ടോപ്പിക് ആണ്. ഗ്രൂപ്പ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന യൂണിറ്റിലെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക് 6 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം ആണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് 4 ഗ്രൂപ്പ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺട്രോളിലെ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ടോപ്പിക് 19 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. സോ ഹൈ ആണ്. അടുത്തത് യൂണിറ്റ് 4 തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസെപ്റ്റ്സ് ആൻഡ് ഫംഗ്ഷൻസ് 8 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം ആണ് അതിന്റെ ആ ഒരു എന്താ പറയുക റെലവൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 5 സോഷ്യൽ ചേഞ്ചിലേക്ക് വരുമ്പോൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് 1 ടൈം ആണ് വന്നിട്ടുള്ളത്. ലോ ആണ് റെലവൻസ്. അടുത്തത് യൂണിറ്റ് 5 തന്നെ സോഷ്യൽ ചേഞ്ച് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സോഴ്സസ് 11 ടൈം ചോദിച്ചിട്ടുണ്ട്. ഹൈ ആണ് അതിന്റെ റെലവൻസ് വരുന്നത്. അടുത്തത് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ചേഞ്ച് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ റെലവൻസ്. നെക്സ്റ്റ് ബ്ലോക്ക് 2 സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ് യൂണിറ്റ് 1 സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഡെഫിനിഷൻ ആൻഡ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി 1 ടൈം ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ ഒരു റെലവൻസ്. അടുത്തത് ബ്ലോക്ക് 2 സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കേഴ്സ് യൂണിറ്റ് 1 സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ സെയിം യൂണിറ്റ് ടോപ്പിക് വരുന്നത് നീഡ് അല്ലെങ്കിൽ റെലവൻസ് ഓഫ് സൈക്കോളജി ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ടോപ്പിക് 2 തവണ യോജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റെലവൻസ് വരുന്നത് ലോ ആണ്. ഓക്കെ, അടുത്തത് ആ സെയിം യൂണിറ്റിൽ തന്നെ പേഴ്സണാലിറ്റി ഡെഫിനിഷൻ ഫാക്ടേഴ്സ് 2 ടൈംസ് യോജിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ ഒരു റെലവൻസ് വരുന്നത്. നെക്സ്റ്റ് ആ സെയിം യൂണിറ്റിൽ തന്നെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഫ്രൂഡ് എറിക്സൺ റോജേഴ്സ് ഓൾപോർട്ടിന്റെ 11 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ ആണ് അതിന്റെ ഒരു റെലവൻസ് വരുന്നത്. അടുത്തത് യൂണിറ്റ് 2 സോഷ്യൽ സൈക്കോളജി കോൺസെപ്റ്റ്സ് ഗ്രൂപ്പ് പ്രോസസ് അത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് 3 തവണയാണ് ഇഗ്നോയിൽ വന്നിട്ടുള്ളത്. ലോ ആണ് അതിന്റെ റെലവൻസ്. ആൻഡ് സെയിം യൂണിറ്റ് ലീഡർഷിപ്പ് തിയറി സ്റ്റൈൽസ് 2 ടൈംസ് ലോ ആണ് റെലവൻസ്. പ്രിജുഡൈസ് ഡിസ്ക്രിമിനേഷൻ സ്റ്റീരിയോ ടൈപ്സ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ ഒരു റെലവൻസ്. സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ഫോർമേഷൻ ചേഞ്ച് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ ഒരു റെലവൻസ്. അടുത്തത് യൂണിറ്റ് 3 സോഷ്യൽ ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ അവിടെ ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക് 4 തവണ ചോദിച്ചു. ലോ ആണ് അതിന്റെ ആ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ തിയറീസ് റെലവൻസ് 3 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ലോ ആണ് റെലവൻസ്. അടുത്തത് നമുക്ക് ആ സെയിം യൂണിറ്റിലെ തന്നെ സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് തിയറീസ് 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് റെലവൻസ്. യൂണിറ്റ് 4 വരുമ്പോൾ ബ്ലോക്ക് 2 ഡിഫൻസ് മെക്കാനിസം ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് വരുമ്പോൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടോപ്പിക് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് അതിന്റെ ആ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് 4 ഡിഫൻസ് മെക്കാനിസം ആൻഡ് സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് എന്ന് പറയുന്ന ടോപ്പിക് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം ആണ് റെലവൻസ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 ഫാമിലി ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അതിലെ യൂണിറ്റ് 1 ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതിൽ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് അതിന്റെ റെലവൻസ്. നെക്സ്റ്റ് ടേംസ് ആൻഡ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് 1 ടൈം ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് റെലവൻസ്. അടുത്തത് യൂണിറ്റ് 2 വരുമ്പോൾ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്. പ്രീനേറ്റൽ ലേറ്റ് അഡൽട്ട്ഹുഡ് 3 തവണ വന്നിട്ടുണ്ട്. ലോ ആണ് അതിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് യൂണിറ്റ് 3 ഫാമിലി ആൻഡ് മാരേജ് വരുമ്പോൾ ഫാമിലി മീനിങ് ആൻഡ് ഫംഗ്ഷൻസ് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് അതിന്റെ റെലവൻസ്. ദെൻ മാരേജിന്റെ മീനിങ് ഫംഗ്ഷൻസ് ഇഷ്യൂസ് 4 ടൈംസ് ആണ് ചോദിച്ചത്. ലോ ആണ് റെലവൻസ്. യൂണിറ്റ് 4 അണ്ടർസ്റ്റാൻഡിങ് മെൻ ആൻഡ് വുമൺ എടുക്കുമ്പോൾ ജെൻഡർ ഓറിയന്റേഷൻ അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ അത് 2 തവണയാണ് ചോദിച്ചത്. ലോ ആണ് അതിന്റെ റിലവൻസ്. അടുത്തത് സെക്ഷൽ മൈനോറിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് റിലവൻസ്. ഇനിയിപ്പോ ബ്ലോക്ക് 3 യൂണിറ്റ് 5 ഫാമിലി ലൈഫ് സൈക്കിൾ എടുക്കുമ്പോൾ എക്സ്പാൻഷൻ പേരന്റിംഗ് കോൺട്രാക്ടിങ് എംപ്റ്റി നെസ്റ്റ് അതൊക്കെ 1 ടൈം ആണ് വന്നിട്ടുള്ളത്. ലോ ആണ് റിലവൻസ്. യൂണിറ്റ് 5 ഫാമിലി ലൈഫ് സൈക്കിളിൽ തന്നെ ഇൻഡിപെൻഡൻസ് അതുപോലെ ഇനിഷ്യേഷൻ കപ്ലിംഗ് 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആണ് അതിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 4
ഇന്ത്യൻ ഫാമിലീസ് ഇൻ ട്രാൻസിഷൻ, അതിൽ യൂണിറ്റ് ഫാമിലി ആൻഡ് മാരേജ് ഇൻ ചേഞ്ചിങ് സൊസൈറ്റി, എമേർജിംഗ് ഫോംസ് ഓർ ചേഞ്ചിങ് ഫംഗ്ഷൻസ്, ഫാമിലി ആൻഡ് മാരേജ് 4 ടൈംസ് യോജിച്ചിട്ടുണ്ട്, ലോ ആണ് റിലവൻസ്. അടുത്തത് യൂണിറ്റ് 1 ഫാമിലി ആൻഡ് മാരേജ് ഇൻ ചേഞ്ചിങ് സൊസൈറ്റിയുടെ തന്നെ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ഓൺ ഫാമിലി എന്ന് പറയുന്ന ടോപ്പിക് 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ ആണ് അതിന്റെ റിലവൻസ്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ സോഷ്യൽ വർക്ക് വിത്ത് ഫാമിലീസ്, അതിൽ അസസ്മെന്റ് ഇന്റർവെൻഷൻ ഫ്രെയിംവർക്ക് 1 ടൈം ചോദിച്ചിട്ടുണ്ട്, ലോ ആണ് അതിന്റെ റിലവൻസ്. അടുത്തത് ഫാമിലി ഡിസോർഗനൈസേഷൻ ആണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക് 2 ടൈംസ് യോജിച്ചിട്ടുണ്ട്, ലോ ആണ് കാറ്റഗറി. നെക്സ്റ്റ് ഫാമിലി സ്ട്രെസ്, ക്രൈസിസ് തെറാപ്പി, ലൈഫ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്സുകൾ 4 ടൈംസ് വന്നിട്ടുണ്ട്, ലോ ആണ് കാറ്റഗറി. ഓക്കെ, ഇനിയിപ്പം ബ്ലോക്ക് 4ന്റെ യൂണിറ്റ് 3 കോൺട്രംപററി പ്രോബ്ലംസ് എടുത്താൽ അതിൽ ഏജിങ്, ഇൽനെസ്, ഡിസബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബ്രീഫ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് 5 ടൈംസ് യോജിച്ചിട്ടുണ്ട്, മീഡിയം ആണ് അതിന്റെ റിലവൻസ് വരുന്നത്. ദെൻ യൂണിറ്റ് 3 തന്നെ മാരിറ്റൽ ഡിസ്ട്രസ്, അബ്യൂസ്, വയലൻസ്, എക്കണോമിക് സ്ട്രെസ് 2 ടൈംസ് ആണ്, ലോ ആണ് അതിന്റെ റിലവൻസ്. അടുത്തത് ബ്ലോക്ക് 4ലെ യൂണിറ്റ് 4 പേരന്റിംഗ്, അഡോളസൻസ് ആൻഡ് യങ്സ്റ്റേഴ്സ്, അതിൽ സബ്സ്റ്റൻസ് യൂസ്, ഡെലിക്വൻസി, സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്, സെക്സ് ഇഷ്യൂസ് 2 ടൈംസ് യോജിച്ചിട്ടുണ്ട്, ലോ ആണ് അതിന്റെ റെലവൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ബ്ലോക്ക് ആൻഡ് ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു വിഷ്വൽ ചാർട്ട് ആണ്. അതായത് എക്സ് ആക്സിസിൽ ബ്ലോക്ക്, അതേപോലെ തന്നെ വൈ ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ബ്ലോക്കിൽ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ബ്ലോക്കിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 1 2 3 4 ഏതൊക്കെ ബ്ലോക്ക് ആണ് അവിടെ കൊടുത്തിട്ടുണ്ട് താഴെ, അതാണ് ബ്ലോക്കിൽ വരുന്നത്. ഇപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഓരോ പെർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതിന്റെ ഒരു പെർസെന്റേജ് പോലെ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാന്ന് നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്, പിന്നീട് ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ഓക്കെ, സോ അതാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ലൈക് വേഴ്സസ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു വിഷ്വൽ ഗ്രാഫ്. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ ഹീറ്റ് മാപ്പ് ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആണ്. സോ നമുക്ക് താഴെ എക്സ് ആക്സിസിൽ യൂണിറ്റുകളുണ്ട്, ബ്ലോക്ക് ഉണ്ട് വൈ ആക്സിസിൽ. സോ ഓരോ ബ്ലോക്കിന്റെയും ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും. സോ നമുക്ക് ബ്ലോക്ക് 1 എടുത്താൽ യൂണിറ്റ് 4ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് യൂണിറ്റ് 1, അതുപോലെ തന്നെ യൂണിറ്റ് 3 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് ബ്ലോക്ക് 3ലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് 3 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് യൂണിറ്റ് 4 നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാലും കമ്പാരിറ്റീവ് ടു ലൈക്ക് യെല്ലോ കളർ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വയലറ്റ് കളർ ഏറ്റവും താഴെയാണ് ഫ്രീക്വൻസിയിൽ, അപ്പം കുറവ് തന്നെയാണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളത് 2 and 3യിൽ നിന്നാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ആ ഒരു യൂണിറ്റ് വേഴ്സസ് ആ ഒരു ബ്ലോക്ക് ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോപ്പ് 3 ആയിട്ടുള്ള വളരെ ഹൈ ടോപ്പിക്സുകൾ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതിൽ വെച്ച് നമുക്ക് നോക്കാം. സോ സോഷ്യൽ ഗ്രൂപ്പ്സ്, അതിന്റെ ഫീച്ചേഴ്സ്, ടൈപ്സ്, ടക്മാൻ, ലിങ്ക്സ് അതൊക്കെ വരുന്നുണ്ട്. അതേപോലെ പേഴ്സണാലിറ്റി തിയറീസ് ലൈക് ഫ്രൂഡ്, എറിക്സൺ, റോജേഴ്സ്, ഓൾപോർട്ട് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സോഷ്യൽ ചേഞ്ചിന്റെ കോൺസെപ്റ്റും സോഴ്സും ഇമ്പാക്റ്റും. ഓക്കെ, ലോങ് ആൻസേഴ്സ് ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും 300 വേർഡ് ഐറ്റംസ് ആയിട്ടും ഒക്കെ മൾട്ടിപ്പിൾ സെഷൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ ടോപ്പ് 3 ഹൈ ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, ലൈക്ക് എങ്ങനെയാണ് എക്സാം പാറ്റേൺസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ കേസ് സ്റ്റഡീസോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. യൂഷ്വലി വരുന്നത് എസ്സേസ് വരുന്നുണ്ട്, ലെസ് ദാൻ 600 വേർഡ്സ് അല്ലെങ്കിൽ ഈക്വൽ ടു ഒരു 600 വേർഡ്സിൽ 20 മാർക്കിന് 2 എഴുതാൻ വേണ്ടി വരുന്നുണ്ട്. അതേപോലെ മീഡിയം ആൻസേർഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 10 മാർക്കിന് ലൈക്ക് 300 വേർഡ്സിൽ 4 എഴുതാൻ വേണ്ടി, അല്ല 4 നിങ്ങൾക്ക് എന്താ പറയാ ലൈക്ക് ക്വസ്റ്റ്യൻസ് തരും, അതിൽ 2 എഴുതിയാൽ മതിയാകും. അതേപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും 5 മാർക്കിനാണ് 150 വേർഡ്സിന് 6 നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് തരും. ലൈക്ക് 4 നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഷോർട്ട് നോട്ടിലേക്ക് വരുമ്പോൾ 4 മാർക്കിനാണ് 100 വേർഡ്സിന് 5 8 നിന്നും നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഓക്കെ, സോ അതാണ് ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഈക്വൽ ടു 600 വേർഡ്സ് അല്ലെങ്കിൽ ലെസ് ദാൻ 600 വേർഡ്സ്. ഓക്കെ, 600 വേർഡിൽ കൂടുതലോ അല്ലെങ്കിൽ 600 വേർഡോ നിങ്ങൾക്ക് എഴുതാം. 20 മാർക്ക് ആയിരിക്കും. നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയാ, നിങ്ങൾ ഈ ഒരു എസ് സ്ട്രക്ചർ ചെയ്യണം. പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ വിത്ത് എക്സാമ്പിൾസ്, ഇലസ്ട്രേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. സബ് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻസേഴ്സ് എന്ത് ചെയ്യുക എഴുതാൻ വേണ്ടി നോക്കുക. ഓക്കെ,
അടുത്തത് മീഡിയം ആൻസർ എന്ന് പറയുമ്പോൾ 300 വേർഡ്സിനാണ്, 10 മാർക്കിനാണ്. ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു 3 to 4 പാരഗ്രാഫ്സ്, ഓക്കെ, ഒരു ഡയഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത്, തിയറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നോക്കുക. അടുത്ത ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 150 വേർഡിന് 5 മാർക്കിനാണ്. ബുള്ളറ്റ് പോയിന്റ്സിന്റെ ഉള്ളിൽ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ഇൻഡിക്കേറ്റേഴ്സ്, പ്രോപ്പർ ആയിട്ടുള്ള എക്സാമ്പിൾസ് അതൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കാം. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ട് നോട്ടിൽ വരുന്നത് 100 മാർക്കിന്, 100 വേർഡ്സ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലൈക്ക് കോർ ആയിട്ടുള്ള സ്റ്റേച്ചേഴ്സ്, പേഴ്സൺസ്, ടേംസ് ഇതിന്റെയൊക്കെ ഒരു റീകോൾ ആയിരിക്കും. എക്സാമ്പിൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്, ആൽപോർട്ട് അല്ലെങ്കിൽ എംപ്റ്റിനെസ് എന്താണ്, സ്റ്റീരിയോ ടൈപ്സ്, ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു സിംഗിൾ വേർഡിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഒറ്റ പാരഗ്രാഫിൽ നല്ല പോയിന്റ്സോട് കൂടിയിട്ടുള്ള ഒരൊറ്റ പാരഗ്രാഫ് മതി. 5 എണ്ണം അവിടെ അറ്റംപ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കാണ് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു അനാലിസിസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ്. ഓക്കെ, സൊസൈറ്റി, കൾച്ചർ, ഗ്രൂപ്പ്സ്, ചേഞ്ച്. ഓക്കെ, 49.2% ആണ് വന്നിട്ടുള്ളത് ആവറേജ്. അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലോക്ക് 2 ആണ്, സൈക്കോളജി ഫോർ സോഷ്യൽ വർക്ക്, 24.8%. ദെൻ നമുക്ക് നോക്കാം ബ്ലോക്ക് 4 നിന്നാണ് വന്നിട്ടുള്ളത് മാർക്ക് ഏറ്റവും കൂടുതൽ, ഫാമിലീസ് ഇൻ ട്രാൻസിഷൻ ഓർ ഇന്റർവെൻഷൻ, 13.3% ആണ്. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3, അതിൽ നിന്നാണ് ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫാമിലി ബേസിക് യൂണിറ്റ് 12.7% ആണ് ആവറേജ് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡിസംബർ 2023 തൊട്ട് ജൂൺ 2023 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡേറ്റ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കാം. നമ്മളിപ്പോ പല ഫോർമാറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. സോ പല ഫോർമാറ്റിൽ ഏതൊക്കെ ഫോർമാറ്റുകൾ അല്ലെങ്കിൽ എക്സാം പാറ്റേൺസ് ആണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഡിസംബർ 2021 തൊട്ട് ഡിസംബർ 2024 വരെ നമുക്ക് എസ്സേസും ഷോർട്ട് നോട്ടും വളരെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. പക്ഷെ നമുക്കിപ്പോ ഡിസംബർ 2024 തൊട്ട് ജൂൺ 2025 വരുമ്പോൾ എസ്സേസ് എന്റെ ആ ഒരു ഇൻക്ലിനേഷൻ സംഭവിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട് എന്ത് ചെയ്തു, ഡിക്ലൈൻ സംഭവിച്ചതായിട്ടും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ബ്ലോക്ക് 1 എന്ത് ചെയ്യുന്നുണ്ട്, 2024 നോക്കിയാൽ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ റെക്കറിംഗ് ടോപ്പിക്സുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാറ്റേണിൽ സോഷ്യൽ ചേഞ്ച്, ഫാമിലി വെൽഫെയർ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, ലീഡർഷിപ്പ്, ദെൻ ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ട്രാറ്റിഫിക്കേഷൻ, സ്ട്രെസ് ഡിഫൻസ്, പല കാറ്റഗറിയിലായിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഫാമിലി വെൽഫെയർ എന്ന് പറയുമ്പോൾ 300 വേർഡ്സിനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതേപോലെ തന്നെ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഷോർട്ട് നോട്ട്സ് ആണ്. പിന്നീട് വരുമ്പോഴത്തേക്കും റെക്കറിംഗ് ടോപ്പിക്സിലെ എസ്സേസിൽ നമുക്ക് സോഷ്യൽ ചേഞ്ച്, ഫാമിലി വെൽഫെയർ ഏറ്റവും കൂടുതൽ കാണാം. പിന്നെ 300 വേർഡ്സിലാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്സ്, ലീഡർഷിപ്പ് നമുക്ക് കാണാം. പിന്നീട് ഷോർട്ട് ആൻസേഴ്സ് നോട്ട്സിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ട്രാറ്റിഫിക്കേഷൻ, സ്ട്രെസ് ഡിഫൻസ്. ഓക്കെ, ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് കണ്ട് മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് പറയുമ്പോൾ നമുക്കൊരു പ്രിപ്പറേഷൻ ടിപ്സ് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ ടിപ്സ് നമുക്ക് 3 മണിക്കൂറിന്റെ 100 മാർക്ക് എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ടൈം ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഡിസംബർ 2021 തൊട്ട് നമുക്ക് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കും. 3 മണിക്കൂറിന് എക്സാം ആണ്, 100 മാർക്കിനാണ്. അപ്പൊ എസ്സേസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് ഒരു 31 മിനിറ്റ് വെച്ചിട്ട് ഒരു എന്താ പറയാ, അല്ലെങ്കിൽ 34 മിനിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കവർ ചെയ്യുക. 62 മിനിറ്റ് ആണ് ടോട്ടൽ വരുന്നത്. ദെൻ മീഡിയം ആൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 20 മിനിറ്റ് വെച്ചിട്ട് 40 മിനിറ്റ് എന്ത് ചെയ്യുക, മീഡിയം ആൻസേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി നോക്കുക.
പിന്നീട് വരുന്ന ഷോർട്ട് നോട്ട്സ് ആണ്. അതൊരു 10 മിനിറ്റ് വെച്ച് 4 40 മിനിറ്റിലേക്ക് നിങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 8 മിനിറ്റ് ആണ്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് എഴുതണം. സോ 5 into 8 40 മിനിറ്റ്സ് ആയിരിക്കും ടോട്ടൽ അതിന് സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും, ഒരു മിനിമം 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഓൾസോ ലാസ്റ്റ് വരുമ്പോഴും നിങ്ങൾ ഒരു 3 to 5 മിനിറ്റ് അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ബിക്കോസ് ഇൻ കേസ് ഓഫ് എന്തെങ്കിലും എറേഴ്സ് ലൈക്ക് പേജ് നമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സിൽ എന്തെങ്കിലും തെറ്റ് വന്നാലും യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു 5 മിനിറ്റ് ഒക്കെ ലാസ്റ്റ് ഒന്ന് റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. ഇത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, discuss the factors influencing caste system. Differentiate caste and class social stratification like appearance count 7. Second one, define groups and state the features of types of groups. Appearance count 6. Third one, explain Erickson's model of psychosocial development 8 stages. Appearance count 5. Then why do we become stressful? Explain stress അല്ലെങ്കിൽ coping briefly. Appearance count 5. Then fifth one, differentiate learning and memory, endless ways of learning, cognitive learning. Appearance count 5. Then describe agencies of socialization basics. Appearance count 4. Then discuss the concept and sources of social change and role of social worker. Appearance count 4. Then explain the concept, characteristics and functions of social institutions. Appearance count 4. Discuss family therapy, enrichment, major components. Appearance count 4. Okay. Then last one, explain defense mechanisms and their relevance to social work. Appearance count 4. Okay. So ഇതാണ് എന്താണ് ഏറ്റവും കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി ടേബിൾ നമുക്ക് നോക്കാം. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് ബ്ലോക്ക് ആൻഡ് ഏത് യൂണിറ്റ്, ഓക്കെ, ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതിന്റെ അപ്പിയറൻസ് കൗണ്ട് ആൻഡ് ആവറേജ് മാർക്ക് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് വൺ, നമുക്ക് ഈ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റും ക്ലാസും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും 7 ടൈംസ് ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 3.81 ആണ്. ഓക്കെ, അടുത്ത ഡിഫൈൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുക, ഗ്രൂപ്പ്സിന്റെ ഫീച്ചേഴ്സും ടൈപ്സും സ്റ്റേറ്റ് ചെയ്യുക. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്, 6 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 3.61 ആണ് ആവറേജ് മാർക്ക്. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ, എറിക്സൺ മോഡൽ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. 8 സ്റ്റേജസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ബ്ലോക്ക് 2 യൂണിറ്റ് 1, ബ്ലോക്ക് 3 യൂണിറ്റ് 1. ദെൻ അപ്പിയറൻസ് 5 ടൈംസ്, ആവറേജ് മാർക്ക് 8 ആണ്. Then why do we become stressful? അത് explain, express coping briefly. Block 2 unit 4 appearance 5 ആണ്, ആവറേജ് മാർക്ക് 4.5 ആണ്. അടുത്തെന്ന് പറയുമ്പോൾ ലേണിംഗ് ആൻഡ് മെമ്മറി ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ലേൺ ചെയ്യാം അത് എൻലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ആണ്, 5 ടൈംസ് ആണ് അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. ദെൻ ആവറേജ് മാർക്ക് 3.17. അടുത്തെന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ ബേസിക്സ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്പിയറൻസ് 4 ആണ്, ആവറേജ് മാർക്ക് 5.62 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സോഷ്യൽ ചേഞ്ചിന്റെ കോൺസെപ്റ്റും സോഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ അതിലുള്ള സോഷ്യൽ വർക്കറിന്റെ റോള് നമ്മളുടെ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആണ്, അപ്പിയർ ചെയ്തിട്ടുള്ളത് 4 ടൈം ആണ്, ആവറേജ് മാർക്ക് 5.21. അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 5.21 ആണ് ആവറേജ് മാർക്ക് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഡിസ്കസ് ഫാമിലി തെറാപ്പി, എൻറിച്ച്മെന്റ്, മേജർ കോമ്പണൻസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 2 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, 4.79 ആണ് ആവറേജ് മാർക്ക്. അടുത്തത് എക്സ്പ്ലെയിൻ ഡിഫൻസ് മെക്കാനിസംസ് ആൻഡ് ദെയർ റെലവൻസ് ടു സോഷ്യൽ വർക്ക്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ടൈംസ്, 2.92 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫ്രീക്വൻസി വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുക, മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്തത് നമുക്ക് ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ ആണ്. ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ എടുക്കുമ്പോൾ ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ പെർസെന്റേജ് 28.4% എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 71.6% ആണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, 2 ടൈംസ് എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക.
ഒരു 5 മിനിറ്റ് എടുത്തത് ഔട്ട്ലൈൻ ചെയ്യുക, ജസ്റ്റ് ഓവറോൾ നോക്കുക, എന്നിട്ട് ഒരു 12 to 15 മിനിറ്റ്സിൽ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കുക. ഓക്കെ, മാർക്ക് വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ തിരിച്ചിട്ട് വേണം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 20 മാർക്ക് എസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക, 5 to 10 മാർക്ക് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ബ്ലോക്ക് വൈസ് ഏത് ബ്ലോക്കിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നോക്കിയിട്ടും അതും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസും ആണ്. അത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി മെട്രിക്സ് ടേബിൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു ബ്ലോക്കിന്റെ ആ ഒരു ലൈക് കോളം നമുക്ക് കാണാം. സോ ആ കോളത്തിൽ ഏതൊക്കെ ബ്ലോക്ക് ആണ്, യൂണിറ്റ് കോളം ഉണ്ട്, ടോപ്പിക്കിന്റെ ഉണ്ട്, അപ്പിയറൻസ്, പേപ്പേഴ്സ്, പ്രോബിലിറ്റി, കാറ്റഗറി, നോട്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഏത് ബ്ലോക്കിലെ ഏത് യൂണിറ്റ് ആണ്, അതിൽ ഏത് ടോപ്പിക് ആണ് ഏറ്റവും കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അത് അപ്പിയർ ചെയ്തിട്ടുള്ള അപ്പിയറൻസ് ലൈക് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുവാണ്. കാറ്റഗറിയിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്, ഐ കാറ്റഗറി ആണ്, മീഡിയം ആണോ. ബ്ലോക്ക് 2 യൂണിറ്റ് 1 തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, ഫ്രൂഡ്, എറിക്സൺ, റോജേഴ്സ്, ആൽപോർട്ട്, 7 times appearance, 87.5 probability, category high. Block 1 Unit 2 Society, Rural, Urban, People of India, 6 time appear ചെയ്തിട്ടുണ്ട്, 75% probability and category high. അടുത്തത് Block 1 Unit 3 Social Stratification, Caste, Class, 6 time appear ചെയ്തിട്ടുണ്ട്, 75% probability and high category. അടുത്തത് യൂണിറ്റ് 4 സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫീച്ചേഴ്സ്, ടൈപ്സ് ഓർ സ്റ്റേജസ്, 5 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, 62.5 പ്രോബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 സോഷ്യൽ ലേണിംഗ്, ബേസ് ഓഫ് ലേണിംഗ്, റീൻഫോഴ്സ്മെന്റ്, കൊഗ്നിറ്റീവ്, 5 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്, പ്രോബിലിറ്റി 62.5 ആൻഡ് മീഡിയം കാറ്റഗറി. Then Unit 4 Defense Mechanism, Concept, Type, Relevance, Appearance 5 ആണ്, Probability 62.5 ആണ്, Category വരുന്നത് മീഡിയം ആണ്. ഓക്കെ, അടുത്തത് ബ്ലോക്ക് 3ന്റെ യൂണിറ്റ് 4 ജെൻഡർ ഓറിയന്റേഷൻ, ഡിസ്ക്രിമിനേഷൻ, സെക്ഷൽ മൈനോറിറ്റീസ്. അത് നമുക്ക് ചോദിച്ചിട്ടുള്ള എണ്ണം എന്ന് പറയുന്നത് 5 ആണ്, 62.5 ആണ് പെർസെന്റേജ് ആൻഡ് ലൈക് പ്രോബിലിറ്റി മീഡിയം ആണ് കാറ്റഗറി. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു അതർ ഡിസിപ്ലിൻസ്, 4 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 50 ആണ്, പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി. Then Block 2 Unit 2 Prejudice, Discrimination, Stereotypes, 4 times, 50 and medium category. Block 4 Unit 3 Aging, Illness, Disability, Bereavement, അത് വന്നിട്ടുള്ളത് 4 times അപ്പിയർ ചെയ്തിട്ടുണ്ട്, 50 പ്രോബിലിറ്റി ആൻഡ് മീഡിയം കാറ്റഗറി ആണ്. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ല് topic evolution of social work as an academic discipline, culture, concept, characteristics, socialization, agencies, process, social control ന്റെ കോൺസെപ്റ്റ്, മീൻസ്, വേസ്, ഇതെല്ലാം തന്നെ 3 തവണ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ കാറ്റഗറിയിലാണ് അതെല്ലാം വരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ താഴേക്ക് പോകുന്നത് തന്നെ എല്ലാം തന്നെ എന്താണ്, ലോ കാറ്റഗറി ആണ്. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ബ്ലോക്ക് 1 യൂണിറ്റ് 4 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, 3 times, 37.5 ആണ്. Then ബ്ലോക്ക് 1 യൂണിറ്റ് 5ല് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ചേഞ്ച്, റോള്. ബ്ലോക്ക് 2 യൂണിറ്റ് 4ലെ സ്ട്രെസ് ആൻഡ് കോപ്പിംഗ്. ബ്ലോക്ക് 3 യൂണിറ്റ് 2ലെ ഡെവലപ്മെന്റൽ സ്റ്റേജസ്, പ്രീനേറ്റൽ, ലേറ്റ് അഡൽട്ട്ഹുഡ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3ലെ മാരേജ്, meaning and functions, issues. Block 4 Unit 1 impact of social change and family emerging forms. അടുത്തത് Block 4 Unit 2 family disorganization, assessment and intervention therapy. Block 1 Unit 5 social change, concept, characteristics, sources. Block 2 Unit 1 definition, branches, need of psychology in social work. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 1 പേഴ്സണാലിറ്റി ഡെഫിനിഷൻ, ഫാക്ടേഴ്സ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ഗ്രൂപ്പ് പ്രോസസ്സസ്, ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ലീഡർഷിപ്പ് തിയറീസ് ആൻഡ് സ്റ്റൈൽസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 2 സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ഡെഫിനിഷൻ, ഫോർമേഷൻ, ചേഞ്ച്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ലേണിംഗ് ആൻഡ് മെമ്മറി ഡിഫറൻസസ്, ലിങ്ക്. Block 3 Unit 1 Stages of Human Growth and Development Theories. Block 3 Unit 3 Family Meaning and Functions. Block 3 Unit 5 Family Life Cycle, Independence, Coupling, Parenting, Empty Nest. Block 4 Unit 3 Marital Distress, Abuse, Violence, Economic Stress. Block 4 Unit 4 Adolescent, Substance Delinquency, Psychosocial, Sex Issues. Block 1 Unit 3 Pluralistic Society, Doing Social Work.
ബ്ലോക്ക് 2 യൂണിറ്റ് 3 മോട്ടിവേഷൻ തിയറീസ് റെലവൻസ്, ബ്ലോക്ക് 4 യൂണിറ്റ് 2 ഫാമിലി സ്ട്രെസ് ക്രൈസിസ് ലൈഫ് എൻറിച്ച്മെന്റ്. അപ്പം ഇതെല്ലാം തന്നെ 3, 2, 1 തവണകളായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം തന്നെ കാറ്റഗറി വരുന്നത് ലോ ആണ്. അപ്പൊ ഹൈ ആൻഡ് മീഡിയം കാറ്റഗറി ഉള്ളത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, ലോ കാറ്റഗറി ഉള്ളത് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, ഒന്നും വിട്ട് കളയാൻ പാടില്ല, ജസ്റ്റ് നോക്കണം കോൺസെപ്റ്റുകൾ. പക്ഷെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിലുള്ളതായിരിക്കണം. നമ്മളിപ്പോ പറയുന്ന സ്റ്റഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഹൈ കാറ്റഗറിയിലുള്ളതൊക്കെ ടീച്ച് ബാക്ക് മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയാ എസ്സേസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈക് റിവിഷൻ ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പോവാം. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് മീഡിയം ടൈപ്പിലുള്ള ലൈക്ക് കാസ്റ്റ് ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ, സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് ഡിഫൻസ് മെക്കാനിസംസ്, ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡ്സ്, മാരേജ് ആൻഡ് ഫാമിലി ബേസിക്സ്. അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താ പറയാ ഒരു റീസൺ ഇലസ്ട്രേഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ്, ബുള്ളറ്റ് പോയിന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ലോ കാറ്റഗറിയിലുള്ളത് വായിച്ചു നോക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ വായിച്ചു നോക്കാൻ വേണ്ടി നോക്കുക. ഹൈ മീഡിയം ടോപ്പിക്കിലുള്ളത് അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ്, എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഹൈ മീഡിയം ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്താലും അതിപ്പോ നമുക്ക് എന്താ പറയാ ഓരോ പേപ്പറിലും ഇത്ര തവണ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ മീഡിയം ആൻഡ് ഹൈ എന്നുള്ള രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് MSW ടേമിന്റെ എക്സാമിനേഷൻ December 2025. MSW 003 ആണ് സബ്ജക്ട് കോഡ് വരുന്നത്. ആൻഡ് സബ്ജക്ടിന്റെ ടൈറ്റിൽ വരുന്നത് ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ് അല്ലെ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുക. ടൈം 3 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് 100 ആണ്. എല്ലാ 5 കാറ്റഗറിയിലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്ക് ആയിരിക്കും. ലൈക്ക് എല്ലാ കാറ്റഗറിയിലെയും ഹോൾ മാർക്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ അതിവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലൈക്ക് 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എയോ ബി ആയിരിക്കും. ഒന്നെങ്കിൽ എ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ബി അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ. സോ നമുക്ക് 20 മാർക്കിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. എ, examine how social change reshapes social institutions in contemporary India, analyze at least 2 institutions such as family or education, and discuss implications for social work practice. ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ discuss social groups as context for intervention, distinguish primary, secondary and formal or informal groups and evaluate their significance for community based work. ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 മാർക്ക്. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി എഴുതുക. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് 2 major theories of personality. Choose any 2. Freud, അതുപോലെ Erikson, Rogers, Alport, and explain how each can guide assessment and intervention in social work. Or critically appraised practice challenge faced when working with sexual minorities and propose professional approaches grounded in social work values and rights. Okay, next question 3 ആണ്. third category ആണ്. 20 മാർക്ക് ആണ്. 10 മാർക്ക് വെച്ചിട്ട് 2 അറ്റൻഡ് ചെയ്യുക. A question, explain attitude formation and mechanisms of attitude change relevant to community awareness programs. B, differentiate learning and memory and discuss their implications for skill training with clients. C, describe the functions of marriage in Indian society and identify 2 current issues affecting material stability. D, outline the role of the social work in planned social change at the community level. അപ്പൊ 4 എണ്ണം ഉണ്ട്, 2 എണ്ണം ചൂസ് ചെയ്യുക. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 6 ക്വസ്റ്റ്യൻ തരും, അതിൽ 4 എണ്ണം വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം എ, സ്റ്റേറ്റ് 5 ഫങ്ഷൻസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബി, ബ്രീഫ്ലി ഡിസ്ക്രൈബ് Tuckman സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ്. സി, നെയിം 3 ഡിഫൻസ് മെക്കാനിസംസ് ആൻഡ് നോട്ട് their relevance to practice. D, what is socialization, name 2 agencies and indicate their roles. E, distinguish caste and class with 2 points each. F, why do individuals experience stress, indicate 2 coping strategies. Okay, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5, 20 മാർക്കിനുള്ളതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 5, 4 മാർക്സ് ഈച്ച് ആണ്. 8 ക്വസ്റ്റ്യൻ തരും, അതിൽ എത്ര എണ്ണം നിങ്ങൾ എഴുതണം, ലൈക്ക് 5 എണ്ണമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 4 മാർക്ക് വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് വൺ, പീപ്പിൾ ഓഫ് ഇന്ത്യ സെലക്ടഡ് ബേസിക് ഫാക്ട്സ്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് എഴുതുക. അടുത്തത് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ സോഷ്യൽ വർക്ക്. തേർഡ് വൺ, സ്റ്റീരിയോ ടൈപ്പ്. ഫോർത്ത് വൺ, ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഇൻ ഗ്രൂപ്പ്സ്.
അതേപോലെ 5th വൺ കോഗ്നിറ്റീവ് ലേണിംഗ്, 6th വൺ ലേറ്റ് അഡൽട്ട്ഹുഡ്, കീ ചേഞ്ചസ്, നെക്സ്റ്റ് ഫാമിലി ലൈഫ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആൻഡ് ലാസ്റ്റ് വൺ എംപ്റ്റി നെസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ 5 ചോദിച്ചിട്ടുള്ളത്. അപ്പം 8 എണ്ണത്തിൽ 5 എണ്ണം വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഗൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും തന്നെ പഠിക്കാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പം എക്സാം എഴുതണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഈ വീഡിയോ കണ്ട ആൾക്കാർ ചിലപ്പോൾ കാണും. അപ്പൊ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഇത് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ലൈക്ക് ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചവർക്കാണെന്നുണ്ടെങ്കിലും ഇതൊരു നല്ലൊരു റിവിഷൻ ഗൈഡ് ആയിരിക്കും. സോ ഇന്ത്യ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എല്ലാം തന്നെ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. മീഡിയം കാറ്റഗറി ആയിക്കോട്ടെ, ഹൈ കാറ്റഗറി ആയിക്കോട്ടെ, എല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.